ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രുചികരമായ ഒരു കടലക്കറിയാണ്. അത് പുട്ട്, ഇഡലി, ദോശ, ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. കടലക്കറിക്ക് ആവശ്യമായ 2.5 കപ്പ് കടല നമ്മൾ രാത്രി വെള്ളത്തിൽ ഇട്ടിരുന്നു. അത് കഴുകി എടുത്തിരിക്കുകയാണ്. നമുക്ക് ഞാൻ കുക്കറിലോട്ടിടാം. കടല നമ്മൾ കുക്കറിൽ എടുത്തിരിക്കുകയാണ്. അത് കടലയുടെ ലെവലിൽ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ കുറച്ച് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്, 1 ടീസ്പൂൺ. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിന് അടച്ച് വെച്ച് ഒരു 5-6 വിസിലടിപ്പിക്കാം. കുക്കർ 6 വിസിലടിച്ച് അരമണിക്കൂർ നമ്മൾ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നമുക്ക് കടല വെന്തോന്ന് നോക്കാം. എല്ലാം ഞെങ്ങുന്നുണ്ട്, നന്നായി വെന്തി എടുത്തിരിക്കുകയാണ്. നമ്മൾ മസാല എല്ലാം മൂപ്പിക്കാനായിട്ട് പാൻ അടുപ്പയിൽ വെച്ചിരിക്കുക. പാൻ ചൂടായി. ഇനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമ്മളൊരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു. അതിനെ ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാം. ഗാർലിക്ക് ചെറുതായിട്ട് ബ്രൗൺ കളറായി. അതിലോട്ട് നമ്മൾ ഒരു 3 മീഡിയം സൈസുള്ള ഓണിയൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ബ്രൗൺ കളർ ആവുന്നതിനും വരെ നമുക്കിനി ഇളക്കി കൊടുത്ത് മൂപ്പിക്കാം. നമ്മുടെ ഓണിയൻ എല്ലാം അത്യാവശ്യം മൂത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിലോട്ട് ചെറിയ ടീസ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 3/4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം ഗരം മസാലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്ത് അതിനെ മൂപ്പിക്കാം. മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയെ ആ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. കടലയും മസാലയും എല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 2-3 തണ്ട് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിക്കാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനെ അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടപ്പെല്ലാം മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അത് ലോ ഫ്ലെയിമിലോട്ട് അയക്കുകയായിരുന്നു. ഇനി നമുക്ക് അതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ എല്ലാം റെഡി ആയിരിക്കുകയാണ്. കടുക് പൊട്ടിക്കാനായി പാൻ അടുപ്പേ വെച്ച് ചൂടായതോടെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകും പൊട്ടിക്കുകയാണ്. അതിലോട്ട് നമ്മൾ കൊച്ചുള്ളിയും കരിയാപ്പിലയും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കാം. കരിയാപ്പിലയും ഉള്ളിയെല്ലാം വന്നിരിക്കുകയാണ്. നമുക്കതിനെ കടലിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനെ തുറക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.